പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി അതിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ആഗോളതലത്തിൽ ചരക്ക് നീക്കത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള ചരക്ക് നീക്കത്തെ, കപ്പൽ ചരക്ക് നീക്കത്തിൽ 20% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ യമനിലെ ഹൂതികൾക്ക് സ്വാധീനം ഉള്ള ചെങ്കടലിലൂടെ ഉള്ള പാതകളും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്, ഭയപ്പാടിൽ ആണ്. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് യാത്രകൾ ആരംഭിച്ച അല്ലെങ്കിൽ ചരക്ക് നീക്കം ആരംഭിച്ചിട്ടുള്ള നിരവധിയായ ഷിപ്പുകൾ മറ്റു മാർഗങ്ങൾ തേടുകയോ അതല്ല എങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ഇപ്പോൾ നിലയുറപ്പിക്കുകയോ ചെയ്യേണ്ടതായി വരുന്നത്. അതും അല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിലാണ് ഏറ്റവും സുരക്ഷിതമാകുന്ന, സൗകര്യപ്രദമാകുന്ന മറ്റ് തീരങ്ങളിലേക്ക് ഈ ചരക്കിനെ എത്തിച്ച് അവിടെ നിന്ന് പിന്നീട് കണ്ടെയ്നറുകളുടെ ഗതാഗതം സാധ്യമാക്കുക എന്നത്. ഇവിടെയാണ് വിഴിഞ്ഞം എന്ന പോർട്ട് ഈ ഘട്ടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പോർട്ടല്ല. ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും പല ഘട്ടങ്ങളിലായി നിർമ്മാണം പുരോഗമിക്കേണ്ട ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അനന്തമായ സാധ്യതകൾ ആണ് വിഴിഞ്ഞത്തിന് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യത്തെ കൂടി കേന്ദ്ര സർക്കാർ ചേർത്തു വെക്കുന്നത്. ഭാവിയിലും ഇത്തരം വിഴിഞ്ഞം പോർട്ടിൻ്റെ സാധ്യതകൾ തേടുന്നു എന്നതിനോടൊപ്പം തന്നെ ഒരു പക്ഷേ നമുക്കറിയാം, ലോകത്ത് തന്നെ പ്രശസ്തമായ നിരവധിയായ പോർട്ടുകൾ ഉണ്ട്, ഇപ്പോൾ തന്നെ തുറമുഖങ്ങൾ ഉണ്ട്. അതായത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകളുടെ ചരക്ക് ഗതാഗതം നടത്തുന്ന പോർട്ടുകൾ ആണ് ഉള്ളത്. അവിടെ വിഴിഞ്ഞത്തിന് ഒരു സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ അത് തെളിയിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഏറ്റവും സുരക്ഷിതമായ, അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു പോർട്ടിനെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒപ്പം ഈ കപ്പൽ കമ്പനികളും ചർച്ച ചെയ്യപ്പെടുന്നത്. ആ സാധ്യതയെയാണ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നിലവിൽ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ കടൽ തീരങ്ങളുടെ സാധ്യതകളും കപ്പൽ ഗതാഗത സാധ്യതകളും ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2047 ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് നീക്ക ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുക എന്നൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. അതിനെ മാരിടൈം അമൃത് കാൽ മിഷൻ 2047 എന്നതാണ് കേന്ദ്ര സർക്കാർ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി തുറമുഖങ്ങളുടെ നിർമ്മാണവും നവീകരണവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അതിന് പറ്റുന്ന ഏറ്റവും ഉചിതമായ ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നത് ഈ യുദ്ധ സാഹചര്യം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി നടന്നതല്ല, മറിച്ച് മറ്റു മദർഷിപ്പുകൾ ഇപ്പോൾ പ്രതിസന്ധികൾ നേരിടുകയും ചരക്ക് നീക്കം തുടരാൻ പറ്റാത്ത സാഹചര്യം, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ആണ് ഒരു ചരക്ക് കപ്പലിൻ്റെ ഗതാഗതം ഒരു ദിവസം തടസ്സപ്പെട്ടാൽ ഉണ്ടാകുന്നത്. നമ്മൾ വിഴിഞ്ഞത്ത് തന്നെ കണ്ടതാണ്. 20,000-ഓളം ഒക്കെ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ വരുന്നത്. അങ്ങനെയുള്ള കപ്പലുകൾ ബ്ലോക്ക് ആകുമ്പോൾ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഒപ്പം ലോകരാജ്യങ്ങൾക്ക് ഈ ചരക്കുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സാധ്യതകൾ തിരയുമ്പോഴാണ് വിഴിഞ്ഞത്തെ ആശ്രയിക്കാൻ ഈ കപ്പലുകൾ തയ്യാറായിട്ടുള്ളത്. ആ സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹോർമൂസ് കടലിടുക്കിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ആ മേഖലയിലെ മറ്റൊരു ചരക്ക് ഗതാഗത പാതയാണ് ചെങ്കടലിലൂടെയുള്ള പാത. നമുക്കറിയാം, ഈ സുയസ് കനാൽ ഉൾപ്പെടെയൊക്കെയുള്ള മറ്റു പാതകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു സമുദ്ര വ്യാപാര കേന്ദ്രം ആണ് ഈ പറയുന്ന വിഴിഞ്ഞം എന്നതാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ സാധ്യതകൾ വിഴിഞ്ഞത്തെ ബാധിക്കുവാനുള്ള പശ്ചാത്തലം വളരെ കുറവാണ് എന്നതാണ്. കാരണം കേരള തീരത്തിൻ്റെ പ്രത്യേകത അറിയാം. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലം പരിശോധിച്ചാൽ പോലും യുദ്ധത്തിൻ്റെ കെടുതികളോ കയ്യേറ്റത്തിൻ്റെ കെടുതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്രാജ്യത്വങ്ങൾ വന്ന് നമ്മുടെ സംസ്ഥാനങ്ങളെയൊന്നും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളെയൊന്നും ആക്രമിച്ചതായി ചരിത്രത്തിലെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു തീരമായിരുന്നു ചരിത്രത്തിൽ തന്നെ എന്നത് കേരളം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ശ്രീലങ്കയാണ് മറ്റൊരു രാജ്യം നമ്മുടേത് എന്ന് നമുക്കറിയാം. ഒരു ദ്വീപ് രാജ്യം എന്ന നിലയിൽ ശ്രീലങ്ക അത്തരത്തിലൊന്നും ഇന്ത്യൻ തീരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാജ്യമേ അല്ല. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരിടം എന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതയായി കേന്ദ്ര സർക്കാർ കാണുന്നത്.
മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഇപ്പോൾ, അതായത് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലും അതിന് പുറത്തും ലോകത്തിലെ തന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ 40% ഏതാണ്ട് കടന്നു പോകുന്നത് ഈ വിഴിഞ്ഞത്തിന് സമീപത്തു കൂടിയാണ് എന്നതാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് വിഴിഞ്ഞത്തു കൂടിയല്ല, മറിച്ച് വിഴിഞ്ഞത്തിന് സമീപമുള്ള കപ്പൽ ചാലുകളിലൂടെയാണ് ലോകത്തിലെ തന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ 40% കടന്നു പോകുന്നത്. പക്ഷേ അതൊന്നും വിഴിഞ്ഞം തീരത്തെ തൊടാറില്ല എന്നതാണ്. അപ്പോൾ ഈ 40% ഒരു നിശ്ചിത പെർസെൻറ്റേജ് വിഴിഞ്ഞത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആണ് നടക്കുന്നത്. ആ ശ്രമങ്ങൾ വിജയിച്ചാൽ നിലവിൽ സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങൾക്ക് ബദലായി വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റാൻ പറ്റും എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെയും വിലയിരുത്തൽ. ആ സാധ്യതകളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞു വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ നമുക്കറിയാം അദാനിയുമായി കൈകോർത്തുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ നടത്തിപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ സ്വകാര്യ നിക്ഷേപം കടന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിംഗപ്പൂരിനും ദുബായ്ക്കും ബദലായി വിഴിഞ്ഞം മാറുകയാണ് എങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടുതൽ നിക്ഷേപകർ വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നും അങ്ങനെ വിഴിഞ്ഞത്ത് കൂടുതൽ നിക്ഷേപങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്കിലാക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് ഈ ബർത്തിൻ്റെ നീളം എന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് പടുകൂറ്റൻ മദർഷിപ്പുകൾക്ക് അടക്കം അപകട സാധ്യതകൾ ഇല്ലാതെ തീരത്തിനോട് ഏറ്റവും അടുത്തെത്താം എന്നുള്ളതാണ് പ്രത്യേകത. അത് ഈ കടലിൻ്റെ പ്രത്യേകത, ശാന്തമായ അന്തരീക്ഷം, അതോടൊപ്പം തന്നെ കടലിൻ്റെ ആഴം, ഇവയെല്ലാം ആണ് വിഴിഞ്ഞത്തിന് കൂടുതൽ ഗുണകരമാകുന്നത്. അപ്പോൾ ഈ ബർത്തിൻ്റെ ദൂരം എന്നത് രണ്ടാം ഘട്ട നിർമ്മാണം, പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പോലും ബർത്ത് എന്നത് 2 കിലോമീറ്റർ മാത്രം നീളമുള്ളതാണ് എങ്കിൽ അത് 5 കിലോമീറ്റർ വരെ നീളത്തിലാക്കുന്നതിന് പറ്റുന്ന സാഹചര്യം ഇപ്പോൾ വിഴിഞ്ഞത്തിനുണ്ട്. അങ്ങനെ ബർത്തിൻ്റെ ദൂരം എന്നത് 5 കിലോമീറ്റർ ആക്കിയാൽ കൂടുതൽ മദർ ഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തേക്ക് എത്താൻ പറ്റും എന്നതാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെയും വിദഗ്ധരുടെയും ഒക്കെ നിരീക്ഷണം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ 40% കടന്നു പോകുന്നത് വിഴിഞ്ഞം തീരത്തിന് സമീപത്തു കൂടിയാണ്. അവിടെയാണ് വിഴിഞ്ഞം തീരത്ത് ഇന്ധനം നിറയ്ക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നത്. നമ്മൾ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ നമ്മളൊരു യാത്ര ചെയ്യുന്നു, അതൊരു കാറിലാണ് എങ്കിൽ നമ്മൾ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നത് പോലെ ഈ വലിയ ദൂരത്തിൽ സഞ്ചരിക്കുന്ന നിരവധിയായ മദർഷിപ്പുകൾക്ക് ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റുകയാണ് എങ്കിൽ ഈ മദർഷിപ്പുകൾ കൂടുതൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബങ്കറിംഗ് സംവിധാനം വിഴിഞ്ഞത്ത് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള പഠനം നടത്തുക എന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഫ്രീ ട്രേഡ് സംവിധാനത്തെ നടപ്പിലാക്കുക എന്നതാണ്. നമുക്കറിയാം പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ആണ് പലപ്പോഴും ഈ കണ്ടെയ്നറുകളിൽ ആയി കടന്നു വരുന്നത്. അപ്പോൾ രാജ്യാന്തര തലത്തിലടക്കം ഇപ്പോൾ തന്നെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുകയാണ് എങ്കിൽ അതിന് തങ്ങൾക്ക് ചുങ്കം നൽകണം എന്ന്, നികുതി നൽകണം എന്ന് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പൊതുവിൽ ലോകരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തീരത്തുകൂടി എത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചരക്ക് എത്തുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആ സർക്കാരുകളുടെ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ നികുതി പോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നെല്ലാം മാറ്റി ഈ ചരക്ക് നീക്കത്തെ കൂടുതൽ സുഗമമാക്കുക, അങ്ങനെ ഒരു ഫ്രീ ട്രേഡ് സംവിധാനം വിഴിഞ്ഞത്ത് ഒരുക്കുന്നതിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിരവധിയായ LPG ടാങ്കറുകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചപ്പോൾ ഇന്ത്യയുടെ സേന ആണ് അതിന് അകമ്പടിയായി പോയത്. അതായത് ഇന്ത്യൻ സേന, നാവികസേനയടക്കം അകമ്പടിയായി നിന്നുകൊണ്ടാണ് ഈ ഷിപ്പുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തിച്ചത്. അവിടെ വലിയ തോതിലുള്ള ഈ ഏറ്റവും ശക്തമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കപ്പലുകൾ എത്തിയത് ഇറാന്റെ ഭീഷണി ഉള്ളതുകൊണ്ടാണ്. ഒപ്പം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ഈ കടൽ കൊള്ളക്കാർ പലപ്പോഴും ചരക്ക് നീക്കത്തിന് വലിയ ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കടൽ കൊള്ളക്കാരുടെ കണ്ണു വെട്ടിച്ച് ഷിപ്പുകൾക്ക് കടന്നു പോകാൻ പറ്റാതിരിക്കുക, ഷിപ്പുകൾ ഹൈജാക്ക് ചെയ്യുക, വില പേശുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇപ്പോഴത്തെ അന്താരാഷ്ട്ര പാതകളിൽ ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു സുരക്ഷാ പാതയായി വിഴിഞ്ഞം മാറും എന്നുള്ളതാണ് വിലയിരുത്തൽ. കടൽ കൊള്ളക്കാർക്ക് അടക്കം കൂടുതൽ
ഇടപെടാനോ അല്ലെങ്കിൽ വിഹരിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം വിഴിഞ്ഞം തുറമുഖത്തെ ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ശക്തമായ സുരക്ഷ നൽകാൻ ഈ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സാധിക്കുന്ന തരത്തിൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഷിപ്പിംഗ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച വിശദാംശങ്ങൾ ആണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും ആയും പ്രാഥമികമായ ചർച്ചകൾ ആണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പദ്ധതികൾ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് വലിയ പരിശ്രമം ആവശ്യമാണ്, വർഷങ്ങളുടെ കാത്തിരിപ്പും ആവശ്യമാണ്. പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ വിഴിഞ്ഞം ആയിരിക്കാം കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.